വെൽക്കം ബാക്ക് ടു NBC അക്കാഡമി. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അൺചെയിൻ യുവർ ഫ്യൂച്ചർ സേ നോ ടു ഡ്രഗ്സ് എന്ന് നമ്മൾ നോ ഡ്രഗ്സ് ഡേ ആയിട്ട് NBC അക്കാഡമിയിൽ കൊണ്ടാടുകയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഡ്രഗ്സിനെ കുറിച്ച് ഫസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞുതരാം. ഡ്രഗ്സ് ദാറ്റ് അഡ്വേഴ്സ്ലി ഇമ്പാക്ട് മൈൻഡ് ആൻഡ് ബോഡി. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും ഒരു ഒരു കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കാനാണ് ഡ്രഗ്സിന്റെ. ഡ്രഗ്സ് ഒരു കെമിക്കലാണ്, ഡ്രഗ് ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ എനർജീസ് ഉണ്ട്, ലൈക്ക് കുറെ പവേഴ്സ് ഉണ്ട്. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡോപ്പമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അഡ്രാനലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ അഡ്രാനൽ ബ്രെയിൻ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് ഇവരെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഡ്രഗ്സിൽ. ഓക്കെ, അപ്പം ഡ്രഗ്സ് കൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് ദൂഷ്യവശങ്ങളുണ്ട്. സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, ബാഡ് ഹെൽത്ത് ഉണ്ടാവും, പുവർ അക്കാഡമിക്സ് ഉണ്ടാവും. പഠിത്തത്തിലൊക്കെ നമ്മൾ ഉഴപ്പാൻ തുടങ്ങും, പഠിത്തം നോക്കാനേ പറ്റത്തില്ലാത്ത അവസ്ഥ. പീപ്പിൾ ഡിസ്ലൈക്സ് യു. നമ്മളെ ആൾക്കാരെ നമ്മളെ വെറുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരാൾ നിങ്ങളെ വെറുക്കുന്നേ, ഇഷ്ടമാണ് നിങ്ങൾ ഇത് പൊക്കൂ, ബട്ട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തണം. പിന്നെ ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ മതി ജീവിതം നശിക്കാൻ. ഇപ്പൊ നിങ്ങള് വലിയായി പെണ്ണൊക്കെ കെട്ടുന്ന അവസ്ഥയൊക്കെ ആയി. അപ്പൊ ഇതിങ്ങനെ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ അച്ഛൻ വെളിയിൽ ചെന്ന് ചോദിച്ചു, മോൻ എങ്ങനെ ഉള്ള ആളാ? ഇപ്പൊ ഒരാൾ പറഞ്ഞ അവൻ ഇങ്ങനെ ഒരാളാ, അപ്പം കെട്ടിച്ചു തരുമോ? ഇല്ല. പീപ്പിള് പിന്നെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ല. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നരകിച്ച് ഇത് യൂസ് ചെയ്ത് ജീവിച്ച് മരിക്കേണ്ടി വരും. എന്തിനാ അതൊക്കെ? ചുമ്മാ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. സോ ഇത് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. സോ റെക്കഗ്നൈസ് യുവർ സയൻസ്. ഓക്കെ, നമുക്ക് ബ്ലഡ് ഷോട്ട്സ്, കണ്ണ് ചുമന്നിരിക്കുക, പിന്നെ വെള്ളം ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ് വെള്ളം ഇട്ടിരിക്കുക, പിന്നെ പിന്നെ സ്ലേർഡ് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഈസിലി ഫാറ്റീഡ്, ഓവർ ഫിൽത്തി. ഓക്കെ, പിന്നെ ഫിസിക്കൽ ഇൻഡക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് സഡൻലി വെയിറ്റ് ലോസ് ഓർ വെയിറ്റ് ഗെയിൻ. ഭയങ്കരമായിട്ടും വണ്ണം കൂടുക, ഭയങ്കരമായിട്ട് വണ്ണം കുറയുക, പിന്നെ ദേഷ്യപ്പെടുക, പിന്നെ അൺയൂഷ്വൽ സ്പ്രെഡ്സ്, ലൈക്ക് ബ്രെത്ത് ഉണ്ട് ബോഡിയില്, പിന്നെ ക്ലോത്ത്സില് നീഡിൽ മാർക്സ്, കയ്യിൽ കുത്തിവെക്കുന്നൊക്കെ മാർക്സ് വരും. ഓക്കെ, അതൊക്കെയാണ് ഏറ്റവും കൂടുതലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഫിസിക്കൽ ബോഡി നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. പിന്നെ അക്കാഡമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ലോവർ കോൺസെൻട്രേഷൻ, ലോ മാർക്സ് ആൻഡ് ഗ്രേഡ്സ്, ഇൻകംപ്ലീഷൻ ക്ലാസ് വർക്ക്സ് ആൻഡ് നോട്ട് വർക്ക്സ്. ഇതിപ്പം ഇത്രയും ഡ്രഗ്സ് വെക്കാത്ത പിള്ളേർക്ക് വരെ ഇത്രയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡ്രഗ്സ് വെച്ച പിള്ളേരാന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഡ്രഗ്സ് വെച്ചായിരിക്കും. അല്ലെങ്കിൽ അത് ലോവർ അക്കാഡമിക്സ് മാർക്ക് ഉള്ളത്, ലോവർ അക്കാഡമിക്സ് ഉള്ള ആൾക്കാർ ഫസ്റ്റ് വീട്ടുകാരോട് ഷെയർ ചെയ്യുക, എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല. ഇപ്പം വീട്ടുകാര് എന്തെങ്കിലും ചെയ്യും. ഇപ്പം വീട്ടുകാർ തല്ലിക്കൊല്ലാമെന്ന് വീട്ടുകാരോട് പറയുന്ന കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും വലിയ ആളായിട്ട് പറയുക. അവര് പറഞ്ഞ് സംസാരിച്ച് നിങ്ങളെ ശരിയാക്കും. ഓക്കെ, ബിഹേവിയറൽ ഇൻഡക്ടേഴ്സ്, ചേഞ്ച് ഇൻ ഫ്രണ്ട്സ് ആൻഡ് ഹോബീസ്. ഹോബീസ് ചേഞ്ച് ആവും, ഫ്രണ്ട്സ് ചേഞ്ച് ആകും. എനിക്ക് സ്കൂളിൽ ആകെ 2 ഫ്രണ്ട്സ്, എത്ര മാക്സിമം എനിക്ക് അത്ര ഉള്ളൂ. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ട് വേറൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് പോവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ചൂസ് ചെയ്യായിരിക്കും. ലൈക്ക് ഗുഡ് അത് നല്ലതാണോ അത് ചീത്തയാണോ രണ്ടും അറിയാനുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് നല്ലതാണോ, ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ചീത്തയാണോ, അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിങ്ങളെ ഹേർട്ടിൽ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പോയിന്റിലോട്ട് പോകാം. ഡിസൊബേയിങ് ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഏത് പിള്ളേരാണ് ഒരാളെ ഒബേ ചെയ്യുന്നത്? ഇപ്പം വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടില്ല, വീട്ടുകാരെ തല്ലാൻ പോകുന്നു, ടീച്ചർമാരെ തല്ലാൻ പോകുന്നു, ടീച്ചർമാരെ കൊല്ലുന്നു, വീട്ടുകാരെ കൊല്ലുന്നു. ഇതൊക്കെയല്ലേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല. അപ്പം ഫ്രീക്വന്റ്ലി ലൈൻ, ചീറ്റിംഗ്, സ്റ്റീലിംഗ്, ബ്ലാക്ക് മെയിലിംഗ്. അടിച്ചു മാറ്റുക, കള്ളം പറയും വീട്ടിൽ ചെന്ന്. ഇപ്പം ഫ്രണ്ട്സിനോട് എവിടെ പോകാൻ, സിനിമ കാണാൻ പോകാതായിരിക്കും. ഇപ്പം വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയി. ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകാതായിരിക്കും. വീട്ടില് എന്തോ ചെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയി. സോ കള്ളം പറയാം, ചീറ്റ് ചെയ്യാൻ തുടങ്ങി.
ഇപ്പം വീട്ടുകാരെ ചതിച്ചിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്നു, പിന്നെ പൈസ എടുത്തോണ്ട് പോകാൻ നോക്കുന്നു, പിന്നെ വേറെ ആൾക്കാരെ പേടിപ്പിച്ച് അവരുടെ പൈസയൊക്കെ എടുത്തോണ്ട് പോകുന്നു. ഒക്കെയാണ്. ഓൾവേസ് റിമെമ്പർ, ഡ്രഗ്സ് ആർ ഹാർംഫുൾ. ഡ്രഗ്സ് ഹാർംഫുൾ ആണ്. നിങ്ങൾക്ക് ദോഷം മാത്രം ഉണ്ടാക്കാനുള്ള സംഭവമാണ് ഡ്രഗ്സ്. നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാനുള്ള മെഷീൻ അല്ല ഡ്രഗ്സ്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ്. അപ്പം ഒരു വിശ്വസിച്ച് ഒരു ഡയറി മിൽക്കിന്റെ ഒരു ഒരു കവർ നിങ്ങൾക്ക് തരുക നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ബട്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾ ലൈഫ് റൂം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? സോ വിശ്വാസം ആവാം, ബട്ട് ഒത്തിരി ആവാൻ പാടില്ല. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഡ്രഗ്സ് ആർ ഡേഞ്ചറസ്. ഡ്രഗ്സ് വിൽ റൂയിൻ ഹെൽത്ത്. ഷുവർ. നിങ്ങളുടെ ഡ്രഗ്സ് ഉറപ്പായിട്ട് നിങ്ങളെ ജീവിതത്തെ കളഞ്ഞിരിക്കും. ഡ്രഗ്സ് എന്തിനാ? നശിപ്പിക്കുക. അത്രേ ഉള്ളൂ. നമ്മളെ നശിപ്പിക്കുക, നമ്മുടെ ഹെൽത്തി സെൽസിനെ നശിപ്പിച്ചെടുക്കുക, ഹെൽത്തി മൈൻഡിനെല്ലാം നശിപ്പിച്ചെടുക്കും. ഡ്രഗ് യൂസ് ഇസ് സിൻഫുൾ. ദൈവവിശ്വാസികൾക്ക് ഡ്രഗ് യൂസ് ഇസ് സിൻഫുൾ. പിന്നെ ഡ്രഗ് ഇസ് ക്രിമിനൽ. ഡ്രഗ് യൂസ് ചെയ്യുന്ന ക്രിമിനൽ അല്ല. ഇപ്പം ഡ്രഗ്സ് എന്തുവാ? അത് അത് ഒരു സ്ഥലത്ത് ഇത് ഡെവലപ്പ് ചെയ്ത് മെഡിസിൻസിന് വേണ്ടിയാണ് ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്. അതിനെ ഓൾട്ടർ ചെയ്തിട്ടാണ് ഇങ്ങനെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് ഇത് ഒരാൾ ഉപയോഗിച്ച് കുഴപ്പമില്ല. ഇത് 100 പേർക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നതാണ് ക്രിമിനൽ കുറ്റമാണ്. അപ്പം ഈ സ്പ്രെഡ് ആക്കുന്ന ആളും ഡ്രഗ് അഡിക്ഷൻ ആവും, ഈ സ്പ്രെഡ് ആക്കി കൊടുത്ത ആളും ഡ്രഗ് അഡിക്ഷൻ ആവും. അപ്പം എന്ത് പറ്റും? നിങ്ങളുടെ ലൈഫ് റൂണായി. ഈ 100 പേര് 101 പേരെ ലൈഫ് റൂൾ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഇവര് ഓരോ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങും. അങ്ങനെ കൊല്ലാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്രിമിനൽ കുറ്റം ആക്കിയത്. ശരി, ഐ ആം സ്ട്രോങ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ ജസ്റ്റ് സേ ഐ എം സ്ട്രോങ്. ഐ വിൽ സേ നോ ടു ഡ്രഗ്സ്. ഐ വിൽ സേ നോ. പിന്നെ ഐ എം കോൺഫിഡൻറ്റ്. ഐ വിൽ അച്ചീവ് മൈ ഗോൾസ്. ഐ വിൽ ഡു വെൽ ഇൻ മൈ സ്റ്റഡീസ്. I will make my life a success. I will be healthy. I will never use drugs. And I will stop others from doing to this. ഞാൻ ഒരു കഥ പറയാം. പണ്ട് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളി കുടിയും വലി മാത്രമുള്ള. അപ്പൊ എന്താ പറ്റി? പതുക്കെ 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 പുള്ളിയുടെ ലങ്സ് ഇങ്ങനെ ആറിനടുത്ത് തുടങ്ങി. ഈ പുക വലിച്ച് അവസാനം പുള്ളിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ കൊച്ചുമക്കളുടെ കൂടെ ജീവിക്കണം. എന്തായി? ആ ലെൻസ് ആർന്ന് അത് പോയില്ലേ, ഇനി ജീവിക്കാൻ പറ്റത്തില്ല. അന്നാണ് പുള്ളി പറഞ്ഞത് ഇതൊന്നും വേണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ റിഗ്രറ്റ് ആക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ പറയുക, ജസ്റ്റ് നോ ടു എവരിതിങ്. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട, വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ബട്ട് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് ഉറപ്പായിട്ട് വേണ്ടെന്ന് വെക്കാം. പിന്നെ എനിക്കത് പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം. ജസ്റ്റ് ഒരു തുള്ളി നിങ്ങൾ ദേഹത്ത് നിന്നാൽ മതി, നിങ്ങളത് അഡിക്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകും. ഐ വോണ്ട് ടു അച്ചീവ് മൈ ഗോൾസ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കും നിങ്ങളുടെ ഗോൾസ്. അല്ലെങ്കിൽ പെണ്ണോ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഗോൾ ആക്കാൻ പാടില്ല. പെണ്ണ്, പൈസ, ഡ്രഗ്സ്, ഈ 3 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഗോളാക്കി നിങ്ങൾ വെക്കാൻ പാടില്ല. ഈ 3 കാര്യം നിങ്ങൾ ഗോളാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എങ്ങും എത്താൻ പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയോ, ബ്രോ എടാ ഇതൊന്ന് ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റാ, ഞാൻ ഒരു ദിവസം നോക്കിയതാ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നീ ഇന്ന് നോക്ക്, നല്ലൊരു സംഭവമാണെന്ന് പറഞ്ഞു. ഓക്കെ, എടുത്ത് നോക്കി അയാൾക്ക് കൊടുത്തു. അപ്പൊ അവൻ എന്ത് പറയണം? ഇത്രയും കേട്ടിട്ടുള്ള ആളാണെങ്കിൽ അവൻ പറയും, നോ, നോട്ട് ഈവൻ വൺസ്, ഐ ഡോണ്ട് വോണ്ട് യൂസ് ഇറ്റ്. എനിക്ക് എന്റെ ലൈഫ് കളയണ്ട, എനിക്കത് വേണ്ട, എനിക്കത് യൂസ് ചെയ്യണ്ട. അത്ര ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത്. ഓക്കെ, സേയിങ് നോ ടു അൺനോൺ പേഴ്സൺസ്. എടാ ഞാൻ പറയാം, ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നെയ്ബർഹുഡ് ആണെങ്കിലും ഇവര് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം നിങ്ങൾ തരുവാണെങ്കിൽ ജസ്റ്റ് സേ നോ. വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത് ഇല്ലീഗലാണ്, അത് എന്റെ ഫാമിലിക്ക് അത് ഇഷ്ടമല്ല, എന്റെ ഫാമിലി അത് ഉപയോഗിക്കാറില്ല, പിന്നെ എന്തിനാണ് ഞാൻ അത് ഉപയോഗിക്കേണ്ടത്? പിന്നെ ഗോഡ് വിൽ പണിഷ് മീ. എപ്പോഴും നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. പുള്ളി നോക്കിക്കോളും, പുള്ളി നിങ്ങളെ ഹാപ്പി ആയിക്കോളും. ഇപ്പൊ നിങ്ങൾ ഹാപ്പിനെസ് ഇത് വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പള്ളി പോകുന്നു, പ്രാർത്ഥിക്കും, നിങ്ങൾ അത് ശരിയാവും. അവളത് പ്രാർത്ഥിക്കും, ശരിയാവും. നിങ്ങൾ അല്ലാതെ ഡ്രഗ്സിനോട് അഡിക്ഷൻ ഉണ്ടാവുക, അതൊക്കെ ഭയങ്കരമായിട്ട് വൃത്തായിട്ടൊരു കാര്യമാണ്. അത്
ക്രിമിനൽ കുറ്റം കൂടാണ്. സോ ജസ്റ്റ് ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പം സെയിങ് നോ ടു ദ സ്ട്രേഞ്ചേഴ്സ്. ഇപ്പൊ ഒരാൾ വന്ന് തരുവാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കും. നിങ്ങളാണെങ്കിൽ കൊടുക്കല്ലേ. പിന്നെ ആ പുള്ളിക്ക് കുറച്ച് ഡിഫറൻസ് അറിയാമെങ്കിൽ തിരിച്ചു തരും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കല്ലേ. ലൈക്ക് ജസ്റ്റ് ഇപ്പം ഒരു കവറിൽ ഒരു കവർ ഓക്കെ, ഇതൊരു കവറാണ് വിചാരിച്ചോ. ഇപ്പൊ ഇത് വേറെ മോനെ ഇത് പിടിച്ചോ, നല്ല എന്റെ ഒരു ഗിഫ്റ്റ് ഇത് പിടിച്ചോളാൻ പറ. അപ്പൊ നമ്മൾ പിടിക്കും, വീട്ടിൽ കൊണ്ടുപോകും. അല്ല, വഴി വെച്ച് കഴിക്കും. അപ്പൊ എന്ത് പറ്റും? ഇത് എന്തോ നമുക്ക് അറിയത്തില്ല, ഇത് മുട്ടായി കവറായിരിക്കും. ബട്ട് നമ്മൾ അത് തിന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഡ്രഗ് യൂസ് ആയി, നമ്മൾ ഡ്രഗ് അഡിക്റ്റ് ആയി. ജസ്റ്റ് ഒരു തുള്ളി കഴിച്ചാൽ മതി, നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഓരോ ഞാൻ പറഞ്ഞ എനർജി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? പിന്നെ അത് ഭയങ്കരമായിട്ട് നമുക്ക് എനർജി കിട്ടും. എനർജി കിട്ടി കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം പോകും. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ പിന്നെ അത് വേണം, പിന്നെയും വേണം. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെന്ന് അത് നോക്കും. നിങ്ങൾക്ക് പിന്നെ അത് എവിടെയെങ്കിലും വെച്ച് ഒരു വശം കിട്ടും, പിന്നെ നിങ്ങളത് പിന്നെ യൂസ് ചെയ്യും. പിന്നെ അത് പിന്നെ ബ്രെയിൻ അത് വേണം 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 വേണോ എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മൾ ഒത്തിരി സ്ഥലത്തൊന്നും പോയി മേടിക്കും. അവസാനം നമ്മുടെ കാശില്ലാതെ നമ്മൾ കടം മേടിക്കുന്നത്. ഒരു 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 100 പേരെടുത്ത് നമ്മൾ കടം മേടിക്കേണ്ടി വരും ഇതൊന്ന് മേടിക്കണമെങ്കിൽ. ആ 100 പേരെടുത്ത് കടം മേടിച്ച് നിങ്ങൾ ചുമ്മാ വീട്ടിൽ പോയി ഇങ്ങനെ കിടക്കാനേ പറ്റും. നിങ്ങൾക്ക് ജോലി ചെയ്യാനോ ഒന്നും പറ്റും. നിങ്ങൾ വേറൊരു ലോകത്തേക്കും. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു 100 പേരെടുത്ത് കടം മേടിച്ച് യൂസ് ചെയ്ത് നിങ്ങൾ ചുമ്മാ കിടന്നു. ഈ 200 പേരെടുത്ത് കടം മേടിച്ചു ഈ 2 പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് പറ്റും? ഈ 200 പേര് നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങൾ തല്ലുണ്ടാക്കും. എന്തിനാ ചുമ്മാ കട കയറി ചെയ്യാന്ന്. സോ നമ്മൾ കടം ഉണ്ടാക്കാതെ നോക്കുക. കടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റാതെ യൂസ് ആവും. അത് വേണ്ട. സോ നമുക്ക് ഇത് ഡ്രഗ്സിന് വേണ്ടി ഉള്ള കടമൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ കടം ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണം? ഡ്രഗ്സ് വേണ്ടെന്ന് വെക്കണം. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാള് ഡ്രഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ചോ. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പാനിക് ആവാതെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ സ്കൂളായിട്ടിരിക്കുക, ജസ്റ്റ് അങ്ങോട്ട് നോക്കുക. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ പറയാ, ഇത് ചീത്തയാണ്, ഇത് ചീത്തയാണ്, പന്നയാണ്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനോട് ഞാൻ പറയണ്ട, വീട്ടുകാരോട് പറഞ്ഞാൽ മതി. വീട്ടുകാരോട് പറയണം. പിന്നെ അത് പതുക്കെ ഒരു ലെറ്റർ, ഒരു മെസ്സേജ് ആയിട്ടോ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തേക്ക്. അപ്പത്തേക്കിന് ഓക്കെ, ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വീട്ടുകാരോട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വീട്ടുകാരെ ശരിക്കും വിശ്വസിക്കാൻ പറ്റും. ഇഫ് യു ആർ ടേക്കിംഗ് ഡ്രഗ്സ്, ടോക്ക് ഇസ് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇഫ് യു ആർ ടേക്കിംഗ്, നമ്മളെടുക്കുവാണെങ്കിൽ, നമ്മളെടുക്കത്തില്ല. സോ എടുക്കുവാണെങ്കിൽ തല്ലിയാൻ കൊല്ലും, പറഞ്ഞൊന്നും വേണ്ട. ആരും എടുക്കേണ്ട ആവശ്യമില്ല. സേ നോ ഡ്രഗ്സ്. ബി ബ്രേവ്. ഓക്കെ. നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. ഈ ജനറേഷൻ ഭയങ്കരമായിട്ടും പൊട്ടിപ്പോയ ജനറേഷൻ. നമുക്കൊരു ചെയിൻ ഇട്ട് അവരൊന്ന് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു ജനറേഷൻ. എല്ലാവരും ജസ്റ്റ് ലോസ്ഡ് കൺട്രോൾ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഇപ്പൊ നമ്മള് ഒരു ഒരു വേറെ സ്റ്റെപ്പ് എടുത്ത് കൺട്രോൾ ചെയ്യാൻ നോക്കുവാണെങ്കിലും പറ്റത്തില്ല. നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടിട്ട് വേണമായിരുന്നു നിങ്ങളത് ചെയ്യാൻ. ആരും ചെയ്തില്ല. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ സ്വന്തം ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് സ്വന്തം അനിയത്തിയെ വരെ അമ്മമാര് യൂസ് ചെയ്തു. ഒരു 10-20 വയസ്സുള്ളവനൊന്നുമല്ല, 10 വയസ്സ് 12 വയസ്സ് എങ്ങാണ്ട് ഉള്ളൂ. പിന്നെ 2 പിള്ളേരെ തല്ലിക്കൊല്ലുക ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട്. അവന്മാർക്ക് വാശി കയറി തല്ലിക്കൊല്ലുക. അവന്മാർക്ക് കേസ് എടുക്കത്തില്ല. ഇവന്മാർക്കൊക്കെ ഇത് എവിടുന്ന് കിട്ടുന്നതെന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. അവിടെ കൊടുക്കുന്ന ആൾക്കെതിരെ കേസ് കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലേ? എന്റെ ഡൗട്ട് ഇത് ഇപ്പൊ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുവാണെങ്കിൽ ആരും അറിയുന്നില്ലേ? അതെന്താ അറിയാത്തത്? ഇവിടെ മുക്കിന് മൂലയ്ക്ക് ക്യാമറ ഉണ്ട്, AI ക്യാമറ. അതൊക്കെ എന്ത് ചെയ്യും? പിന്നെ വീട്ടിലുകളിൽ ക്യാമറ ഉണ്ട്, സ്ഥലത്തുകൾ ക്യാമറ ഉണ്ട്, പബ്ലിക് പ്ലേസുകളിൽ ക്യാമറ ഉണ്ട്. എന്ത് അതൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ? ഒന്നും അറിയുന്നില്ലേ ഇവര്? എനിക്ക് ശരിക്കും അറിയുന്നില്ല. ഇപ്പൊ സ്കൂളിലാണോ കൊണ്ടു കൊടുക്കുന്നത്? സ്കൂളിൽ ക്യാമറ ഇല്ലേ? ടീച്ചേഴ്സ് ഇല്ലേ? അവരൊക്കെ മുമ്പിലാണോ കൊടുക്കുന്നത്? ഇതെന്താ ആരും അറിയത്തില്ലേ? ശരിക്കും ഈ ജനറേഷൻ പൊട്ടിപ്പോയ ജനറേഷനാണ്. നിങ്ങള് ഇനി കുറച്ച് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ ജനറേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എനിക്കും
ഭാവിയിൽ കൊച്ചുങ്ങളുണ്ടാവും. അവരെ എനിക്ക് ചീത്തയാക്കാൻ ഒരു മനസ്സുമില്ല. അങ്ങനെ കുറെ പേര് ചിന്തിക്കുവാണെങ്കിൽ പിന്നെ ഈ ജനറേഷൻ നിങ്ങൾ നന്നാക്കിയിട്ടേ പോകത്തുള്ളൂ. സോ എന്റെ പൊന്ന ആൾക്കാരെ, നിങ്ങൾ ഇവരൊന്ന് നന്നാക്കുക, ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ഇവർക്ക് ജീവിതം എന്തോന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അത് ഡ്രഗ്സ് അല്ല, ഇതല്ല, അതല്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചെങ്കിലും കൊടുക്കുക. ഒരു ക്ലാസ് എങ്കിലും, ഒരു 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 ക്ലാസ് എങ്കിലും ഇട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ യൂട്യൂബ് പേജിലോ ഒരു ക്ലാസ് എങ്കിലും ഇട്ട് നിങ്ങൾ അവരെ നന്നാക്കാൻ നോക്കുക. അല്ലാതെ ചുമ്മാ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ ഒരു കാര്യമില്ല. സോ നിങ്ങൾ അവരെ നന്നാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലാസ് എങ്കിലും ഇട്ട് നന്നാവുന്ന പിള്ളേരുണ്ട്. ഇപ്പോഴും അഡിക്ഷൻ എങ്ങനെ മാറ്റാൻ വേണ്ടി നടക്കുന്ന പിള്ളേരുണ്ട്. അവർക്കെങ്കിലും ഒരു ക്ലാസ് ഇട്ട് നിങ്ങൾ അവിടെ നന്നാക്കും. നിങ്ങൾക്ക് സമയമില്ലേ? എന്താ നിങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. സോ ഡു ദാറ്റ്. അല്ലാതെ ചുമ്മാ ഒരു പിള്ളേരെ ലൈഫ് റൂണാക്കി നടക്കുന്നതിനെക്കാട്ടും നല്ലത് അതാണ്. ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ബെറ്റർ ഡു ദാറ്റ്. അപ്പം ബ്രീവെയർ ഓഫ് ലൈസ് ആൻഡ് മാനിപ്പുലേഷൻസ്. ലൈക്ക് മാനിപ്പുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാക്കുകളിൽ കൂടെ നിങ്ങളെ വീഴ്ത്തും. ഇങ്ങനെ ഇങ്ങോട്ട് വാടാ, ഞാൻ എനിക്കൊരു മാജിക് പില്ല് തരാം. പില്ല് എന്ന് പറഞ്ഞാൽ മെഡിസിൻ തരാം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഫ്രീ ആണ്. ആദ്യമൊക്കെ ഫ്രീയാ, അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പൈസ മേടിക്കാൻ തുടങ്ങും. ജസ്റ്റ് ട്രൈ ദിസ് വൺസ് ആൻഡ് യു വിൽ ഫീൽ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, നിങ്ങൾ ഹാപ്പി ആവും, ഭയങ്കര ഭയങ്കര ജോയ്ഫുൾ ആവും. പിന്നെ ദിസ് പിൽ വിൽ മേക്ക് യു ഫോർഗെറ്റ് യുവർ ഓൾ വറീസ്. ചുമ്മാതാ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിഗ്രറ്റ് അടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആസ് എ ഇന്ത്യൻ പൗരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ലൈക്ക് വീട് വൃത്തിയാക്കാം, സറൗണ്ടിങ്സ് വൃത്തിയാക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി ഹെൽത്തി ആക്കി വെക്കുക. ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്നും നിങ്ങൾ കാത്ത് സൂക്ഷിക്കണം. ഓക്കെ, always remember that drugs will ruin your life and you have to stay strong with the attitude against drugs use. Always believe in yourself, convert your beliefs into practice. ദൈവവിശ്വാസം, ദൈവവിശ്വാസം, ദൈവവിശ്വാസം നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതലും ഈ സമയത്ത് വേണ്ടതാണ്. ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരാള് നോക്കുന്നുണ്ട്, ആ ആൾക്കെതിരെ ഞാനൊന്നും ചെയ്യത്തില്ല എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ വീട്ടുകാരെ പേടിയില്ല, ടീച്ചേഴ്സിനെ പേടിയില്ല, മുതിർന്നവരെ പേടിയില്ല. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങള് മരിച്ച് അങ്ങോട്ടാണ് പോകുന്നത് നേരെ. അപ്പൊ ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തവർക്കും ഒരു രാശിയെങ്കിലും ദൈവമേ എന്ന് വിളിക്കാത്ത ആരും ഈ ലോകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ ചെല്ലുന്ന അങ്ങോട്ടാ, എന്നിട്ട് ഓരോ കണക്കായിട്ട് ഇങ്ങനെ എടുക്കും. നീ എന്ത് ചെയ്തു ഞാൻ നിന്നെ വിട്ടപ്പോൾ? ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു, അത് ചെയ്യണ്ടായിരുന്നു, അത് അപ്പോഴല്ല തീരുമാനിക്കേണ്ടത്, അത് ഇന്ന് ഇവിടെ വെച്ച് തീരുമാനിച്ച് നിർത്തക്കോ. അപ്പം സേസ് ടു ലൈഫ്, സേ നോ ടു ഡ്രഗ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ആൻഡ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു.